മിസ്റ്റർ മുരളി മോഹൻ തൃശ്ശൂർ സ്വദേശിയാണ്. ക്രിപ്റ്റോ കറൻസി മേഖലയിൽ സജീവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കൂടാതെ കേരള സർക്കാരിൻ്റെ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമിയുടെ ഒരു സർട്ടിഫൈഡ് ബ്ലോക്ക് ചെയിൻ അസോസിയേറ്റ് കൂടിയാണ് മിസ്റ്റർ മുരളി മോഹൻ. ക്രിപ്റ്റോ ട്രേഡിംഗ് രംഗത്ത് ഒരു റോബോട്ടിക് ആപ്ലിക്കേഷൻ വേൾഡ് വൈഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സീനിയർ ചേംബർ അദ്ദേഹത്തിന് ഡിജിറ്റൽ എന്റർപ്രണർ എന്ന അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. മാക്ലിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാം. സ്വാഗതം മിസ്റ്റർ മുരളി മോഹൻ. നമസ്കാരം. മാക്ലിൻ എന്ന ഈ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു പ്രസക്തിയെ പറ്റിയിട്ട് അങ്ങയിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഒന്ന് വ്യക്തമാക്കാമോ? ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിൽ 5% താഴെ ആളുകൾക്ക് മാത്രമേ ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നുള്ള അറിവുള്ളൂ. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ ഭയങ്കര വളർച്ച വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 4 വർഷം മുമ്പ് 8 ലക്ഷം രൂപ ഇന്ത്യൻ റുപ്പീസ് പറയുന്ന വില ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഇത്രയും വലിയ വളർച്ച കാണുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ വളർച്ചയുണ്ടെന്ന് പത്രങ്ങളും എല്ലാവരും കെട്ടിഘോഷിക്കുമ്പോൾ ഇതെന്താണെന്ന് അറിയാത്ത ആളുകൾ ഇതറിയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് സ്കാം ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അറിയാത്ത ആളുകളും ക്രിപ്റ്റോ കറൻസി മേഖലയിൽ പോയിട്ട് 1% ഡെയിലി കിട്ടും, 2% ഡെയിലി കിട്ടും എന്നുള്ള ഇത് കണ്ട് പോയി അതിനകത്ത് പോയിട്ട് പണം നഷ്ടപ്പെടുകയാണ്. പണം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അത്തരത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അപ്പോൾ മാക്ലിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയെക്കുറിച്ച് സാധാരണക്കാരന് വ്യക്തമായിട്ടുള്ള അറിവ് കൊടുക്കുക എന്നുള്ളതാണ് മാക്ലിൻ്റെ പ്രസക്തി. ഓക്കെ. അപ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, ഏത് ക്രിപ്റ്റോസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഏത് സാധാരണക്കാർക്കും അതിൽ കൂടി ഈ ക്രിപ്റ്റോയെ പറ്റി പഠിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് മാക്ലിൻ ഈ കോഴ്സുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 7 മോഡ്യൂളാണ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള 7 മോഡ്യൂളും ഫോറക്സിനെ കുറിച്ചുള്ള 7 മോഡ്യൂളും അടങ്ങുന്നതാണ് ഈ കോഴ്സ്. ഒരു മോഡ്യൂളിനകത്ത് 7 സബ് മോഡ്യൂൾസ് വീതം ഉണ്ടാവും. അതെങ്ങനെ ബേസിക്സ് ഓഫ് ക്രിപ്റ്റോ കറൻസി തൊട്ട് ക്രിപ്റ്റോ കറൻസിയുടെ എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് തുടങ്ങി അത് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ട്രേഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ടൂളുകൾ എന്തൊക്കെയാണ്, എങ്ങനെ ഇത് വില കൂടുമോ കുറയുമോ എന്ന് തിരിച്ചറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിളായി ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ ആളുകൾക്ക് എപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കാൻ എന്ന് പറയുമ്പോൾ ഒരു